ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം വലിയ പൊളിച്ചെഴുത്തിനുള്ള ആലോചനയിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് നേടിയെടുത്തത് കെ സുരേന്ദ്രനെ പ്രസിഡന്റ് പദവിയിൽ ഉറപ്പിച്ചിരുത്താനുള്ള കാരണമായി. ധാരാളം പ്രതിസന്ധികളെ നേരിട്ടും അതിലേറെ കുപ്രചരണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും കഴിഞ്ഞ വർഷങ്ങളിൽ കെ സുരേന്ദ്രൻ നടത്തിയ സർക്കസ് അഭ്യാസങ്ങൾക്ക് മുഴുവൻ മറുപടിയായിരുന്നു 20% വോട്ട്. ആദ്യകാലങ്ങളിൽ കുറച്ച് പക്വതക്കുറവ് കാണിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഉറച്ച ശബ്ദത്തോടും ഉറച്ച മനസ്സോടും കൂടി എന്തിനേയും നേരിടാമെന്ന ചങ്കൂറ്റത്തോടു കൂടി സുരേന്ദ്രൻ നടത്തിയ പടയോട്ടം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കാണാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരിക്കും കേരള ഘടകം മുന്നോട്ട് പോകുന്നത്. KR ഉമാകാന്തനും BL സന്തോഷും കൂടി പാകിയ അടിസ്ഥാന ശിലകളിൽ ചവിട്ടി നിന്ന് എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന് കെ സുരേന്ദ്രൻ വിമർശകർക്ക് തെളിയിച്ചു കൊടുത്തു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ കൂടി കൂട്ടുപിടിച്ച് ഒരു നല്ല മത്സരത്തിന് കളമൊരുക്കുവാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. അതിന്റെ ഭാഗമായി ന്യൂനപക്ഷ മോർച്ച പുനഃസംഘടിപ്പിക്കുന്ന നീക്കമാണ് ആദ്യം നടക്കുന്നത്. ന്യൂനപക്ഷ മോർച്ചയുടെ തലപ്പത്തേക്ക് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വരാനാണ് സാധ്യത. അതിന്റെ മുന്നൊരുക്കമായി ഷോൺ ജോർജിനെ പല ചുമതലകളും ഏൽപ്പിച്ചു കഴിഞ്ഞു. PC ജോർജിനോട് ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അസംതൃപ്തി ഉണ്ടായെങ്കിലും ഷോൺ ജോർജിനോട് അങ്ങനെയല്ല. PC ജോർജിനെ പോലെ ഷോൺ ജോർജ് ജനങ്ങളിൽ നിന്ന് അകന്നിട്ടില്ല എന്നുള്ളതും ഒരു കാരണമാണ്. ന്യൂനപക്ഷ മേഖലയിലെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാനും പഠിക്കുവാനും ഷോണിനെ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ന്യൂനപക്ഷ മെമ്പർഷിപ്പിന്റെ സംസ്ഥാന കോർഡിനേറ്ററാക്കി ഷോണിനെ നിയമിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ഷോണിനെ മുന്നിൽ നിർത്തി കളിച്ചാൽ PC ജോർജിന്റെ പിന്തുണ കിട്ടുകയും ചെയ്യുമെന്നതാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഷോണിനെ ഈ ചുമതല ഏൽപ്പിക്കുന്നതോടുകൂടി വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഇതിനിടെ ഇടതുമുന്നണിയിലുണ്ടായ പൊട്ടിത്തെറി വലിയ കൗതുകത്തോടു കൂടി തന്നെയാണ് BJP നോക്കിക്കാണുന്നത്. PV അൻവർ, KT ജലീൽ, കാരാട്ട് റസാഖ് എന്നിവരിൽ BJPക്ക് ഒരു കണ്ണുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. BJPയുടെ മുസ്ലിം മുഖമായ OICയെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനമാണ് PV അൻവറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ അൻവർ കേരള OICയായി മാറും. മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന വലിയ വ്യവസായികളെയും അവരുടെ പാർശ്വവർത്തികളെയും പാർട്ടിയോടൊപ്പം നിർത്തുക എന്ന് തന്നെയാണ് പാർട്ടിയുടെ തന്ത്രം. മാറിയ സാഹചര്യത്തിൽ വ്യവസായികൾക്കും വ്യാപാരികൾക്കും BJP സർക്കാരിനെ കണ്ടില്ല എന്ന് കരുതാൻ സാധിക്കില്ല. സമീപ ഭാവിയിലൊന്നും അതിന് മാറ്റമുണ്ടാകുമെന്നും അവർക്ക് പ്രതീക്ഷയില്ല. ഇത് കേരള ചരിത്രം മാറ്റി എഴുതുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഇതിനിടെ PV അൻവർ കേരള കോൺഗ്രസിലെ ഒരു അസന്തുഷ്ട ഗ്രൂപ്പുമായി ചർച്ച ചെയ്തുവെന്നും സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. ഇവരെ എല്ലാം കൂടി മുന്നണിയിലേക്ക് ആകർഷിക്കാൻ സാധിച്ചാൽ കെ സുരേന്ദ്രന്റെ നീക്കത്തെ ചെറുതായി കാണാൻ സാധിക്കില്ല. അസംതൃപ്തരായ ഒരു വലിയ സമൂഹത്തിന് ചേക്കേറാൻ ഒരു മുന്നണിയില്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ്.